നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്ന സോയ ചങ്ക്സ് ആണ്. നമ്മളൊരു 200 ഗ്രാം സോയ ചങ്ക്സ് വേവിച്ച് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു കൂടി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്ത് അത്യാവശ്യം മൂത്ത് വരുന്നുണ്ട്. 15 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 3 സവോള നന്നായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോളയും തേങ്ങാക്കൊത്തും നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെയും ഗരം മസാലയുടെയും കുരുമുളകിൻ്റെയും എല്ലാം നല്ലൊരു രുചി കയറി വന്നിട്ടുണ്ട്. ഒപ്പം തേങ്ങാക്കൊത്തിൻ്റെ രുചി കൂടി ഇതിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്.